മത്തായി 5:40. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. ഇതെന്ത് വചനമാണ്? കഠിന വചനമാണ്, ലഘുവചനമല്ല, എളുപ്പമല്ല നടത്താൻ. നിന്നോട് വ്യവഹരിച്ചാണ് കേസ്. നിന്നെ പ്രതിയാക്കി കേസിന് പോയി. പണ്ട് ഉടുപ്പൊന്നും ഇല്ലായിരുന്ന കാലത്തെ, ഇപ്പോഴല്ലേ സർവത്ര ഉടുപ്പൊന്നും ഇല്ലായിരുന്ന കാലത്ത് വളരെ അപൂർവമായിരുന്നു. സ്ക്രൈബന്മാർക്കും ലോഡ്സിനൊക്കെയാണ് ഉടുപ്പുണ്ടായിരുന്നത്. സാധാരണ മനുഷ്യർക്ക് അത്യാവശ്യം മറക്കാനൊക്കെ ഉള്ള ഉടുപ്പൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഒരു ഉടുപ്പിനൊക്കെ ഭയങ്കര വിലയാണ്. അത് നഷ്ടപ്പെട്ട കേസിന് പോകും. അതാണ് നിന്നോട് വ്യവഹരിച്ച് കേസിന് പോയാൽ, നിന്നോട് ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കാൻ നോക്കിയാൽ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? മേലും കൂടി കൊടുക്കുക. ഇത് എത്ര ശതമാനം ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും? ഇക്കണോമിക്കലി സ്പീക്കിംഗ് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? 100 പേര് ഇത്രയും കൃത്യമായിട്ട് ഇതിൻ്റെ നമ്മളോട് ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കുന്നതിന് മേലേക്ക് കൂടി കൊടുത്തിട്ട് പോരാൻ ആർക്ക് പറ്റുമോ? പറ്റത്തില്ല. ദാറ്റ് മീൻസ് ഇതിൻ്റെ അകത്ത് ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ സൂര്യൻ എന്ന് പറഞ്ഞ ടാർഗറ്റ് ഇല്ലേ, നിത്യത്തിന് സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? നമുക്ക് ലഭിക്കുന്ന കൃപയുടെ ആർജിക്കുന്ന കൃപയുടെ ആനുപാതികമായിട്ടായിരിക്കും. ഇപ്പോൾ വചനം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് കൃപ ടാപ്പ് ചെയ്യണത്. ഇതിൻ്റെ നമുക്ക് ലഭിക്കുന്ന കൃപയുടെ ആനുപാതികമായിട്ടായിരിക്കും നമ്മൾ ബ്രാൻഡഡ് ആകണത്, ഗ്രേഡഡ് ആകണത്, നക്ഷത്രമോ ചന്ദ്രനോ സൂര്യനൊക്കെ ആകണത്. കൃപയുടെ കാര്യമാണ് അവിടെ പറയണത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വിഷയത്തിൽ ഇപ്പോൾ അതിന് ദൈവം എന്താ ചെയ്യണത്? ഈ നക്ഷത്രമോ ചന്ദ്രനോ ഏത് ബ്രാൻഡഡ് ആയിട്ടുള്ള കൃപയാണ് വേണമെന്നുണ്ടെങ്കിൽ ദൈവം എന്താ ചെയ്യണത്? ദൈവം അതിനുള്ള ടെംപ്റ്റേഷൻസോ ട്രബിൾസോ അതുപോലെ തന്നെ ട്രബിൾസ് അല്ലല്ലോ, നമ്മളുടെ കുറേ പരീക്ഷണങ്ങൾ തരും, ടെസ്റ്റ് തരും. ഈ ടെസ്റ്റാണ് വിഷയീകരിക്കുന്നത്. ഇപ്പം നിൻ്റെ ഉദാഹരണത്തിന് നിൻ്റെ അനുജൻ പ്രശ്നമുണ്ടാക്കി അപ്പനെയും അമ്മനെയും കയ്യിലെടുത്ത്, അവസാനം നിനക്കറിയാം അവൻ്റെ സ്വഭാവം. അപ്പനെയും അമ്മനെയും കയ്യിലെടുക്കണത് അവരുടെ ജീവനാവശ്യം അടിച്ചു മാറ്റാൻ വേണ്ടിയാണ്. പിന്നെ ഇവരെ ഇറക്കി വിടുകയുള്ളതെന്നറിയാം. അവസാനം ഈ അപ്പനെയും അമ്മനെയും നീ തന്നെ ചുമക്കണമെന്നുള്ളത് നിനക്കറിയാം. കാര്യം നീ ആ ചേട്ടൻ അനിയനും തമ്മിൽ എത്ര വർഷമാണ് ജീവിക്കുമ്പോൾ അനിയനെ അറിയാമല്ല. അനിയൻ്റെ സ്വഭാവം എന്താണെന്നല്ല ചേട്ടൻ്റെ സ്വഭാവം എന്താ അനിയനും അറിയാം. പക്ഷേ അപ്പനും അമ്മയും ഈ മക്കളെന്ന് പറയുമ്പോൾ അവർക്ക് വേറെ മൈൻഡ് സെറ്റാണ്. ഇളയ മക്കളോടാണെങ്കിൽ ഭയങ്കര സ്നേഹമായിരിക്കും ചെറുക്ക് മൂത്ത മക്കളോടായിരിക്കും സ്നേഹം. അപ്പോൾ ഈ സ്നേഹം കൂടണ കാരണം ഇവന്മാരുടെ തട്ടിപ്പൊന്നും ഈ മാതാപിതാക്കന്മാർക്ക് അറിയാൻ പറ്റത്തില്ല. കാണുന്ന പാട്ടൊക്കെ ഒപ്പിട്ട് കൊടുക്കും. മിക്കവാറും അവിടെ കയ്യിൽ തന്നെ ഇരിക്കും. ചെന്ന് ചതിക്കാനുള്ളവൻ ഒപ്പിട്ട് മേടിക്കും എപ്പോഴായാലും. അവരിങ്ങനെ ചതിക്കാനുള്ളവൻ എപ്പോഴും പേനയും പേപ്പറും കൊണ്ട് ഇങ്ങനെ പുറകെ നടക്കും. അപ്പോൾ ഓർക്കുക ചതിക്കാനാണെന്ന്. അതങ്ങനെ ബുദ്ധിയും ബോധം ഉണ്ടാകണം. മാതാപിതാക്കന്മാർ ആയിട്ട് കാര്യമില്ല. പേനയും പേപ്പറുമായിട്ട് എപ്പോഴും മക്കൾ ഏത് മക്കളാണ് കൂടെ നടക്കുന്നത് അവൻ നിങ്ങളെ ചതിക്കും. 60% ചതിച്ചിട്ടുണ്ട്. വലിയ ലോണൊക്കെ എടുത്താൽ കൊണ്ടേ കുരുക്കി വെക്കും. അവനടക്കത്തില്ല. അവൻ നാട് വിട്ട് പോകും. വേണ്ട അടുത്ത അമ്മേൻ്റെ മസ്കറ്റിൽ പോയിരിക്കും. ഇങ്ങോട്ട് മരത്തിൽ വിളിച്ചാൽ ഫോൺ എടുക്കത്തുമില്ല. അപ്പോഴെന്ത് ഞൊട്ടി ബാങ്കുകാർ കൊണ്ടുപോകണേ പോട്ടെ, കാരണം ബാങ്കുകാരും കൂടി അവൻ ഞൊട്ടിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും അപ്പോൾ ഇതുപോലെ നമുക്കറിയാം. അനിയനോ അല്ലെങ്കിൽ ചേട്ടനോ ചതിക്കാൻ വേണ്ടിയാണ് ചെയ്യണമെന്നറിയാം. അപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം റെഫറൻസ് ബുദ്ധിയല്ല. ഇവൻ ചതിക്കും, അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വിവേചനം ഉണ്ടാകണം. പക്ഷേ ഇൻ കേസ് ചില സമയത്ത് ചില വചനങ്ങൾ ശരി, അവൻ അപ്പനെ നോക്കില്ല അമ്മനെ നോക്കില്ല, അപ്പൻ്റെ അമ്മയുടെ ജീവനാംശം അവൻ അടിച്ചു മാറ്റിയോ നാട് വിട്ട് പോയെന്ന് വിചാരിച്ചോ. ഇപ്പോൾ അപ്പനും അമ്മയും നോക്കാൻ ആരുമില്ല. അവരുടെ ജീവനാംശം അവകാശം അനിയൻ അടിച്ചു മാറ്റി, അവൻ നാട് വിട്ടും പോയി. ഇപ്പം എന്നാ പറ്റി? അപ്പൻ്റെ അമ്മയും ജീവനാംശം കൊടുക്കാത്ത നീ തന്നെ അപ്പനെ അമ്മനെ നോക്കേണ്ടി വന്നു. മനസ്സിലായ? ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഒരു വിശ്വാസി കൈകാര്യം ചെയ്യണത്? അത് ഈ വചനം വെച്ചാണ്. എന്താണ്? നിന്നോട് ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലെങ്കിൽ കൂടി കൊടുക്കാൻ പറയും. ഈ വചനം എന്താ? കഠിനമാണ് ലഘുവാണ്? ജീവനാംശം അനുജൻ മേടിച്ചു, പക്ഷെ അപ്പനെയും അമ്മനെ നീ നോക്കേണ്ടി വരും. ഈ വചനം കഠിനമാണ് ലഘുവാണ്? കഠിനമാണ്. ഈ വചനം നമുക്ക് പാലിക്കാൻ പാടാണ്. പക്ഷേ പാലിച്ചാൽ എന്ത് കിട്ടും?
നിത്യജീവൻ. കൈയടിച്ച് കർത്താവിനോട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, കഠിന വചനങ്ങൾ ജീവിതത്തിൽ നടപ്പിൽ വരുന്നു. അപ്പം എല്ലാ ലഘുവചനങ്ങളും വചനം രണ്ട് വിഭാഗമാണ്. ഒന്ന് ലഘുവചനങ്ങളും കഠിന വചനങ്ങളും. ലഘുവചനങ്ങൾ പാലിച്ചാൽ അവൻ പറയണ പോലെ ചെയ്താണ് ലഘുവചനങ്ങൾ പാലിക്കുക. അവൻ പറയണ പോലെ ചെയ്താണ് കഠിന വചനങ്ങൾ പാലിക്കുക. രണ്ടും ഉടമ്പടിയാണ്. ഒന്നിൻ്റെ അത് നിത്യജീവൻ്റെ ഉടമ്പടി, രണ്ടാമത്തത് അനുദിന ജീവിതത്തിൻ്റെ ഉടമ്പടി. അപ്പം കഠിന വചനങ്ങൾ നിനക്ക് പാലിക്കാൻ പറ്റാത്ത വചനങ്ങൾ നിനക്ക് പ്രോജക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. നിനക്ക് പാലിക്കാൻ പറ്റാത്ത വചനങ്ങൾ പ്രോജക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അത് നോക്കുമ്പോൾ എന്ത് ചെയ്യണം? അത് ദൈവസഹത്തോട് എടുക്കണം. എന്ത് വശത്തിലാണ്? അതിൽ നിത്യജീവനുണ്ട്. വചനങ്ങളിലാണ് നിത്യജീവൻ വെച്ചിരിക്കുന്നത്, ഇല്ലേ? മത്തായി 5:39. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്, വലത് കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. അപ്പം ഇതിനകത്ത് വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പ്രാക്ടിക്കലായിട്ട് നടക്കാത്ത കാര്യങ്ങളാണ്. പ്രായോഗികമായിട്ട് നടക്കുക, നമ്മൾ വിടുക, നമ്മുടെ മുഖത്തോട്ട് അടിക്കും പാഴ്സൽ കൊടുക്കും. നമ്മൾ സ്വാഭാവികമായിട്ട് ദൈവത്തെ അറിയാം. ഈശോയ്ക്ക് ഇത് അറിയാൻ പാടില്ലാതാണ് എഴുതിയിരിക്കണമെന്നാണ് വിചാരിക്കണത്. ഈശോയ്ക്ക് അറിയാം ഇതൊന്നും നടക്കണ കാര്യമല്ലെന്നറിയാം. എന്താ കാര്യം? ഇത് ITIയുടെ ടെസ്റ്റ് അല്ല, IASന്റെ ടെസ്റ്റാണ്. സൂര്യനിലേക്കുള്ള ടെസ്റ്റാണ്. സൂര്യകൃപ ലഭിക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റാണിത്. കാര്യം അതിൻ്റെ അകത്ത് അതാണ് ഈശോ പറഞ്ഞത്, ജീവനിലേക്ക് പ്രവേശിക്കുന്നവരോ ചുരുക്കം, നാശത്തിലേക്ക് പോകുന്നവരോ വിസ്തൃതം, അനേകം. കണ്ടില്ലേ? ക്ലിയർ അല്ലേ? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടിയൊക്കെ വരുമ്പോൾ കഠിന പദങ്ങളെ ക്രാക്ക് ചെയ്യാൻ നോക്കണം. കഠിന പദങ്ങൾ ഈസി പദങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പുട്ടടിക്കാനേ പറ്റത്തുള്ളൂ. കഠിന പദങ്ങൾ ക്രാക്ക് ചെയ്താൽ നിത്യജീവൻ കിട്ടും. ഞാൻ അമ്മയെ നേരെ കണ്ട ആളാണെന്ന് എനിക്കറിയാമല്ലോ. ഇപ്പം നിത്യജീവൻ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ എല്ലാ കോംപ്രമൈസും ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? ഇത് ഈ ലൈഫിൻ്റെ അപ്പുറത്ത് നമ്മളെ കാത്തിരിക്കുന്ന നിത്യതയുടെ ഒരു വലിയ മഹത്വത്തിൻ്റെ ജീവിതമുണ്ട് ദൈവവുമായിട്ട്. ഈ ജീവിതം നമ്മളിവിടെ എന്നോ നേടിയെന്ന് പറഞ്ഞാലും ഈ ജീവിതം നഷ്ടപ്പെട്ടാൽ പൗലോസ് പറഞ്ഞ പോലെ വരും. എന്താണ്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിനെ പ്രത്യാശ വെച്ചെങ്കിൽ സകല മനുഷ്യരെക്കാളും നിങ്ങൾ ഹതഭാഗ്യവാന്മാരാണ്. 1 കൊരിന്ത്യർ 15:19 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയേക്കാൾ നിർഭാഗ്യരാണ്. അപ്പൊ ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്ന മക്കളുണ്ട്. ഇപ്പൊ കാറൽ മാർക്സിൽ പ്രത്യാശ വെച്ച ആൾക്കാരുണ്ട്, ഇല്ലേ? സർവർക്കാരിൽ പ്രത്യാശ വെച്ച ആൾക്കാരുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. അതാണ് പൗലോസ് പറയണത്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുണ്ടെങ്കിൽ സകല മനുഷ്യരെക്കാളും നിങ്ങൾ ഹതഭാഗ്യവാന്മാരാണ്. കാര്യം എന്താണ്? യേശുക്രിസ്തു പ്രത്യാശ വെക്കുന്നവൻ നിത്യജീവന് വേണ്ടിയാണ്. കൈയടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവായ യേശുവേ, എന്റെ ഹൃദയത്തെ അടിമുടി കൃപയാൽ ദൈവസ്നേഹത്താൽ നിറക്കണമേ. മക്കളെ, നമ്മ കണ്ട വചനം എന്താണ്? മത്തായി ശ്ലീഹ 5:39. എന്താണ്? നിന്നോട് 2 മൈൽ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ. അപ്പം 5:40 കണ്ടത് അല്ലേ? 5:40 കണ്ടു. മത്തായി ശ്ലീഹ 5:39 കണ്ടു. ഒരു ചികിടത്തടിക്കണവന് മറുചികിട് കാണിച്ചു കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഈ ചില സമയത്ത് അക്രമിയെ എതിർക്കരുതെന്ന് കൃത്യമായിട്ട് വചനം പറയും. അപ്പം നമുക്ക് പറയാം, അവൻ അക്രമിയെ എതിർത്തില്ലെങ്കിൽ അവൻ നമ്മുടെ തലയെ ഞൊട്ടിക്കൊണ്ട് പോകുമെന്ന് പറയും. അപ്പോഴെന്നെ സമയത്ത് എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഠിന പദമാണ്. കഠിന പദത്തിൻ്റെ ഉദ്ദേശം ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങളല്ല, നിത്യതയാണ്. ഈ കഠിന പദങ്ങളെ ക്രാക്ക് ചെയ്യുമ്പോഴാണ് നിത്യജീവൻ ലഭിക്കുന്നത്. അതറിയണമെങ്കിൽ 5:38 വായിച്ച് ശ്രുതികട്ടെ. യോഹന്നാൻ 5:38 അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു,
എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. Praise the Lord. അതാണ് സംഭവം. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. കാരണം എന്താണ്? 5:38 മത്തായി യോഹന്നാൻ എന്താണ് അതിൽ പറഞ്ഞ അതിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നു. വചനത്തിൽ ഉള്ളത് നമ്മൾക്ക് കിട്ടാൻ എന്താ മാർഗം? വചനം ആക്ടിവേറ്റ് ചെയ്യിക്കേണ്ടി വരും. അല്ല വചനം അവിടെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. നിത്യജീവൻ നിങ്ങൾ നിത്യജീവന് വചനം നിങ്ങൾ അന്വേഷിക്കുന്ന കാര്യം അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ നിത്യജീവൻ എല്ലാ വചനങ്ങളിലുമില്ല. പ്രത്യേകിച്ച് കഠിന വചനങ്ങളിലേ ഉള്ളൂ. ഇത് രഹസ്യമാണ്. ലഘുവചനങ്ങളിൽ കുറവാണ്. അത് ഫിസിക്കൽ ഫേവേഴ്സ്, അനുദിന ജീവിതത്തിന് വേണ്ടിയുള്ള ഭൗതിക ആനുകൂല്യങ്ങളാണ് ഉള്ളത്. ഫിസിക്കൽ ഫേവേഴ്സ്, സോ-കോൾഡ് ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങളാണ് ഉള്ളത്. കഠിന വചനങ്ങളിലാണ് നിത്യജീവൻ ഇരിക്കുന്നത്. എന്നുവെച്ചാൽ നമുക്ക് പാലിക്കാൻ പ്രയാസമുള്ളൊരു വചനമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ ഓർക്കുക, അത് ഫിസിക്കൽ ഫേവേഴ്സ് അല്ല, ഭൗതിക ആനുകൂല്യങ്ങളല്ല, നിത്യജീവന് വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഹോംവർക്കാണ്, ഗൃഹപാഠമാണ് കഠിനപദം. അതുകൊണ്ടാണ് മത്തായി 18:16 വായിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന. മത്തായി 18:16 അവൻ നിന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ 2-3 സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി 1-2 സാക്ഷികളെ കൂടി നിന്നോടത്ത് കൊണ്ടുപോവുക. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് അറിയാമോ? ഇതിൽ ഈ ലിങ്ക് ചെയ്യുമ്പോഴാണ് ഈ വചനത്തിലുള്ള യോഹന്നാൻ 5:38 മനസ്സിലാകേണ്ടത്. നീ വചനം അന്വേഷിക്കുന്നു, അതിൽ നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നു. ആ നിത്യജീവൻ എവിടെ ഇരിക്കണത്? അതായത് 5:23 മത്തായി ശ്രീകാട് 5:23 എന്താണ്? നിൻ്റെ സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്താൽ നീ നിൻ്റെ കാഴ്ച വസ്തു അവിടെ വെച്ചിട്ട് അവനോട് പോയി അനുരഞ്ജനപ്പെടണം. എന്തിനു വേണ്ടിയാണ് അനുരഞ്ജനപ്പെടണമെന്നാണ് മത്തായി 18:16 പറയണത്. എന്തിനാണ്? അവൻ നിൻ്റെ വാക്ക് കേട്ടാൽ എന്ത് സംഭവിക്കും? നിൻ്റെ സഹോദരനെ നീ നേടും. എന്തിനാണ്? നീതിമാന്മാരുടെ പുനരുദ്ധാന ഘട്ടം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി 13:43 അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. മത്തായി 13:43 കണ്ട സൂര്യൻ വന്നെ കണ്ട ബ്രാൻഡിങ് വരണ കണ്ടല്ലേ? സൂര്യൻ എന്താണ്? കർത്താവ് സൂര്യനെ കുറിച്ചേ പറയത്തുള്ളൂ, ചന്ദ്രനെ കുറിച്ചും പറയത്തില്ല. ഇത് ഭയങ്കര ട്രാപ്പാണ് കേട്ടോ. പൗലോസ് അപ്പോസ്തലൻ പിന്നെ ഈ തോറ്റ ആൾക്കാർക്ക് വേണ്ടി ട്യൂട്ടോറിയൽ തുടങ്ങിയിട്ടുണ്ട്. ചന്ദ്രൻ, നക്ഷത്രം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. കർത്താവിൻ്റെ ട്യൂട്ടോറിയലിൽ തോറ്റവർക്ക് സ്ഥാനമില്ല. അവിടെ നോക്കിയേ, ചന്ദ്രൻ എന്നില്ല. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ അവർ സൂര്യനെപ്പോലെ ശോഭിക്കും. മഹത്വത്തിൻ്റെ സൂര്യനാണ്. ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതിഫലം വെച്ചുകൊണ്ടാണ് ഈ ബൈബിൾ മെക്കാനിസം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പം നീ വിചാരിക്കുമോ, ഇപ്പം ഞാനിപ്പോൾ കർത്താവ് പറഞ്ഞൊക്കെ ചെയ്തായിരിക്കും നഷ്ടമല്ലേ എന്നല്ലേ ചോദിക്കണത്. ഞാനിതൊക്കെ കഷ്ടപ്പെട്ട് ഞാനിപ്പോൾ ഇത് മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ എൻ്റെ കർണത്തിലടിച്ചവനും വേറെ ചാരണം കൂടി കാണിച്ചു കൊടുത്താൽ വീട്ടിൽ വരുമ്പോൾ മക്കൾ പറയും അപ്പം പോയി അടിച്ചിട്ട് വാ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുഖത്ത് BCM വെച്ച് നടക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അതല്ലേ മക്കൾ പറയത്തുള്ളൂ. അവന്മാരത് പറയണം. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഭാരതീയ മീമാംസകളിൽ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞാൽ എന്താണ്? നരൻ പശു സമാനമാണ്. പശുവാണ്. അപ്പോൾ പശുവിനെ കുത്തിയാൽ തിരിച്ചു കുത്തും, അത്രേ ഉള്ളൂ. നരൻ മൃഗത്തെ തുല്യമാണെന്നാണ് പറയണത്. പശു എന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവിൻ്റെ സ്വഭാവം എന്താണ്? അല്ലെങ്കിൽ മൃഗത്തിൻ്റെ സ്വഭാവം എന്താണ്? കുത്തിയാൽ തിരിച്ചു കുത്തും, കടിച്ചാൽ തിരിച്ച് കടിക്കും, എല്ലാം ചെയ്യും. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബൈബിള് എന്താ പറഞ്ഞിരിക്കണത്? നീ ദൈവത്തിൻ്റെ സ്വഭാവം കാണിക്കാൻ പറഞ്ഞിരിക്കുക. കാര്യം എന്താണ്? നിന്നെ നിത്യതയ്ക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതാണ്. പശുവിനെ നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നില്ല. ഈ വിവേചനം നാം മനസ്സിലാക്കണം. ഈ വിവേചനമില്ലാത്തവർ പശുവായി ജനിച്ച് പശുവായിട്ട് തന്നെ മരിക്കും. അങ്ങനെയുള്ളവരുണ്ടാകാം, മക്കളുടെ കൂട്ടത്തിലുണ്ടാകാം. ഈ
നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ മക്കളും അപ്പനും ഭാര്യയും ഭർത്താവും ഒന്നും ഇല്ലല്ലോ, ഭാര്യയും ഭർത്താവും പോലും ഇല്ല, പിന്നെയാണ് പ്രശ്നം അല്ലേ? കർത്താവ് എന്താ പറയണത്? വിവാഹത്തിന് ശേഷം ഒരു സ്ത്രീക്ക് 7 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവൾ എല്ലാം ചത്തുകെട്ട്, ഓരോ ഭർത്താക്കന്മാർ ചാകുമ്പോൾ അടുത്ത ഭർത്താവിനെ കിട്ടും. അവസാനം അവളും മരിച്ചു, ആ 7 ഭർത്താക്കന്മാരും മരിച്ചു. എന്നിട്ട് അവസാനം പുനരുദ്ധാനത്തിൽ ആരുടെ ഭർത്താവായിരിക്കും ആ സ്ത്രീ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഈശോ എന്താ പറയണത്? അവിടെ കല്യാണം കെട്ടലും പരിപാടിയൊന്നും ഭാര്യയും ഭർത്താവൊന്നും ഇല്ല. ഇതെല്ലാം ഇവിടെ ചാപ്റ്റർ ഇവിടെ സെമിത്തേരി വെച്ച് ക്ലോസ് ചെയ്യും. അവിടെ കർത്താവിൻ്റെ കൃപ നിറഞ്ഞ ദൈവിക ജീവനാണുള്ളത്, അവബോധത്തോടുകൂടി. അപ്പോൾ ദൈവത്തെ അറിഞ്ഞനുഭവിച്ച് ആനന്ദിക്കാനുള്ള സൗഭാഗ്യത്തോടു കൂടി നിൻ്റെ ആത്മാവ് എന്തുമാത്രം അറിയുന്ന എന്തുമാത്രം നീ പ്രയോഗത്തിൽ വരുത്തുന്നുവോ ആ അറിവെല്ലാം കൃപയായിട്ട് മാറുകയും അത് നിന്റെ മഹത്വത്തിന് കാരണമാകുകയും ചെയ്യുന്ന കൈയടിച്ച് കർത്താവ്.